സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കരച്ചിലാണ് ട്ടോ ഈ കേൾക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആർക്കും സഹിക്കാൻ കഴിയില്ല കേട്ടോ. കാരണം ആ പെൺകുട്ടിയുടെ കണ്ണീരിന്റെ വില അത് ആർക്കും മനസ്സിലാവില്ല. കാരണം ഒരു അച്ഛനെ നഷ്ടപ്പെട്ട ആ സങ്കടം ആ കുട്ടി തേങ്ങി തേങ്ങി കരയുമ്പോൾ ഇപ്പൊ എന്താ പറ്റിയെന്ന് അന്ന് സാറിന് എല്ലായിടത്തേക്കും പറഞ്ഞില്ല എന്നെ പപ്പാക്ക് വയ്യാത്തേ പപ്പാക്ക് വയ്യാത്തേ ആന്നോ അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ് ഇപ്പൊ എന്റെ പപ്പ പോയി. സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വോയിസ് ആണ് കേട്ടോ മുമ്പിൽ കേൾക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാല് ആ കുട്ടിയുടെ അച്ഛനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അതായത് വീടിന്റെ അടുത്തുള്ള ഒരു സ്ത്രീയുടെ പരാതി മൂലം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു കൊണ്ടുപോയി നല്ല രീതിയിൽ തന്നെ ഉപദ്രവിച്ച് നട്ടലിനൊക്കെ പരിക്കേറ്റ് വളരെയധികം ക്രൂരമായിട്ട് മർദ്ദനം. ഇതിന്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാല് സിയാദ് എന്ന വ്യക്തിയുടെ വീടിന്റെ അടുത്ത് ഒരു വിഷ്ണു എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ 15 വയസ്സുള്ള ഒരു കുട്ടിയെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോ അങ്ങനെ ഈ വിഷ്ണുവിനെ കാണാനില്ല എന്ന് ആ നിമിഷം ആ വിഷ്ണുവിന്റെ സഹോദരി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞു. അതായത് തന്റെ സഹോദരനെ എവിടെയോ കൊണ്ടുപോയിട്ടുണ്ട്. ആ കൊണ്ടുപോയ ആള് സിയാദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് സത്യമാണോ എന്നല്ലെന്ന് കേൾക്കാതെ പോലീസുകാർ ഉടനെ വന്ന് സിയാദിനെ കൊണ്ടുപോയി നല്ല രീതിയിൽ തന്നെ മർദ്ദനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് വാരിയല് തകർക്കുന്ന രീതിയിൽ തന്നെ മർദ്ദിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ചികിത്സയിൽ ഇരിക്കെയാണ് ഈ ഒരു സിയാദ് എന്ന വ്യക്തി മരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇഷ്യൂ എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ തന്റെ വീടിന്റെ അടുത്തുള്ള വിഷ്ണു പറഞ്ഞ ഒരു 15 വയസ്സായ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ പെങ്ങള് തന്റെ സഹോദരനെ കാണുന്നില്ല, തട്ടിക്കൊണ്ടു പോയതൊക്കെയാണ് പറയുന്നത്. അതായത് കൊണ്ടുപോയത് സിയാദ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു പോലീസ് ഇത് അറിഞ്ഞപ്പോ മുതൽ ഇതിന്റെ ഭാഗം ശരിയാണോ അല്ലെങ്കിൽ നോക്കാതെയാണ് ഈ സിയാദിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇങ്ങനെ ഇത്രയധികം ക്രൂരമായി മർദ്ദിച്ചത് കേട്ടോ. പക്ഷെ ആ വിഷ്ണു പറഞ്ഞ കുട്ടി പിറ്റേ ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പറഞ്ഞു തന്നെ ആരും പിടിച്ചു കൊണ്ടതല്ല, തന്റെ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് വീട് വിട്ട് ഇറങ്ങി പോയതാണെന്ന്. അപ്പൊ അത് വന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് സത്യം പോലീസിന് മനസ്സിലാകുന്നത് കേട്ടോ. പക്ഷെ ഈ ഒരു കാര്യം അപ്പോ ആ ഒരു വിഷ്ണു ചെറുക്കൻ ആ ഒരു വിഷ്ണു എന്ന് പറഞ്ഞ കുട്ടി വന്ന് പറഞ്ഞതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ സിയാദിനെ ഇറക്കി വിടുന്നത്. അതുവരെ സിയാദിനെ ആ കസ്റ്റഡിയിൽ ഇട്ട് ചതച്ച് നട്ടല് ഒടിയണ പരുവത്തില് മർദ്ദിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു ദിവസം ഫുള്ള് താനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ആ വാക്കുകൾ കേൾക്കാതെ സത്യം എന്താന്ന് അന്വേഷിക്കാതെ സിയാദിനെ വളരെയധികം മർദ്ദിച്ച് അങ്ങനെ അവശയാക്കി. പക്ഷെ അങ്ങനെ പിന്നെ വിഷ്ണു വന്ന് പറഞ്ഞു സിയാദ് എന്ന വ്യക്തിയല്ല തന്നെ കൊണ്ടുപോയത്, താൻ സ്വയം പോയതാണ്, വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിട്ട് പോയതാണ് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ സിയാദിനെ വിട്ടേക്കുന്നത്. അപ്പത്തേക്കും ഒരു പരുവായിട്ടോ. സിയാദ് എന്ന ആ ഒരു വ്യക്തിയെ തല്ലി ചതച്ച് ഭാര്യയിൽ ഒക്കെ അത്രേ ചതച്ചതിന് ശേഷം പിന്നെ ആ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടോ. തുടർന്ന് 1.5 മാസത്തോളം ഇദ്ദേഹം ഹോസ്പിറ്റലിലായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഡോക്ടറിനെ പറയുന്നുണ്ടായിരുന്നു അത്രയും സീരിയസ് ആയിട്ടാണ് ആ ഒരു സിയാദ് എന്ന വ്യക്തി വന്നിട്ടുള്ളത്. തന്റെ നട്ടലിനാണ് അധികം മാരകമായി പരിക്ക് പറ്റിയിട്ടുള്ളത്. നട്ടല് ആകെ കുഴപ്പത്തിലാണെന്നൊക്കെ വന്ന് പറഞ്ഞു. അപ്പോ നട്ടലിന് ഗുരുതരമായ പരിക്ക് പറ്റിയ മുതല് അവിടെ നട്ടലിന് പഴുപ്പ് വന്നു. പിന്നെ അത് മാത്രമല്ല തലയ്ക്ക് വളരെയധികം മാരകമായിട്ട് മർദ്ദനം ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കൂടിയാണ് ആ ഒരു കുട്ടിയുടെ അച്ഛൻ സിയാദ് എന്നൊരു വ്യക്തി മരിച്ചിട്ടുള്ളത്. അപ്പൊ ഞാനൊരു ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ പോലീസുകാരൊക്കെ എന്താ ഇങ്ങനെ? അതായത് ഇങ്ങനെയാണോ പോലീസൊക്കെ? നമ്മള് ഒരു കാര്യം പറഞ്ഞു, ആ ഒരു സഹോദരനെ കാണുന്നില്ല എന്ന് പറഞ്ഞു, അതൊക്കെ ശരി. പക്ഷെ ആ ഒരു സിയാദിനെ പിടിച്ചു കൊണ്ടതിന് ശേഷം താനാണോ ആ ചെയ്തത് എന്ന് അന്വേഷിക്കൊന്നും ചെയ്യാതെ ആ പുള്ളിയെ ഇങ്ങനെ തല്ലി ചതച്ച്
നട്ടലിനൊക്കെ പരിക്കേറ്റ് തലയ്ക്കും മർദ്ദനമേറ്റ് ആ വ്യക്തിയെ അങ്ങനെ കടത്തുകയാണ്. എന്നിട്ടും പിന്നെയാണ് സത്യമൊക്കെ അറിയുന്നത്. അപ്പൊ അതുവരെ ഈ പോലീസിന് ഇത്ര ഉത്തരവാദിത്തമുള്ളോ? നമ്മുടെ കേരള പോലീസിന് ഇത്ര ഉത്തരവാദിത്തമുള്ളോ? കാരണം ആ ഒരു ഒന്നും അറിയാത്ത ഒരു മനുഷ്യന്, ഒന്നും ചെയ്യാത്ത മനുഷ്യന് ഇങ്ങനെ കാട്ടിയ പിന്നെ നമ്മളെ പോലീസുകാരൊക്കെ എന്താ ഇങ്ങനെ, ഞാൻ ആലോചിച്ച് നോക്കുന്നു കേട്ടോ. പോലീസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എപ്പോഴും ഒരു നന്മ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ. അതായത് ഇപ്പോ ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ആൾക്കാരല്ലേ ഈ പോലീസുകാർ എന്ന് പറയുന്നത്. നമ്മളൊരു കേസ് സ്റ്റേഷനിൽ പോയി പറയുമ്പോൾ അതിന്റെ ന്യായം ആരുടെ ഭാഗത്താണ്, സത്യാവസ്ഥ ആരുടെ ഭാഗത്താന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ട ഒരു കേസ് ഇതാക്കുകയാണല്ലേ. അത് പകരം ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു ജീവനല്ല നഷ്ടപ്പെട്ടത് അല്ലെ. ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ആ ഒരു കുട്ടിയുടെ കണ്ണീരിന് ആ പോലീസുകാർ എന്ത് എന്താ പറയാ, ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കുട്ടിയുടെ മനസ്സ്, ആ വീഡിയോ ക്ലിപ്പിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ കുട്ടി എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ടെന്ന്. കാരണം അതിന്റെ ഉപ്പാനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. അത്രയും സംഭവിച്ചിട്ട് തന്നെയാണല്ലോ ആ കുട്ടി ഇങ്ങനെ പിന്നെയും വിളിച്ച് പറയുന്നത് ആ പോലീസുകാരോട്. ഈ പോലീസുകാരൊക്കെ എന്താ ഇങ്ങനെ, അത്രയും മനുഷ്യത്വമില്ലാത്തൊരു പോലീസുകാരനാണോ ഈ കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ എന്ന് പറഞ്ഞത്? ഇതൊക്കെ നല്ലവരായ പോലീസിനെയും തിരിക്കുന്ന ഒരു മോശമാക്കി തീർക്കുന്ന ഒരു കാര്യമല്ലേ. വെറും ഒരു ആരോപണത്തിന്റെ പേരിൽ ആ ഒരു സിയാദ് എന്ന മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോയി ഉപദ്രവിച്ച് സത്യാവസ്ഥ അറിയാതെ, ഇത് ശരിക്കും നല്ല പോലീസുകാർക്ക് ഉള്ളതല്ലല്ലോ. കാരണം ഈ പോലീസുകളിൽ തന്നെ ഉണ്ട് ഗുണ്ട ടൈപ്പ് സ്വഭാവമുള്ള കുറെ ആൾക്കാർ. ഇങ്ങനെയുള്ളവന്മാരൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇതിന്റെ പേരിൽ, ഒരു ചെറിയ ഒരു കാര്യത്തിന്റെ പേരിൽ, അതായത് സത്യം എവിടെയെന്ന് അന്വേഷിക്കാതെ ആ ഒരു ആളെ വിളിച്ചു കൊണ്ടുപോയി. ആ കുട്ടി ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇനി ആരാ ഉള്ളത് എന്ന്. ആ കുട്ടിയുടെ കണ്ണുനീരിന്ന് നമ്മളൊക്കെ എന്താ പറയാ. ആ കുട്ടിയുടെ സങ്കടങ്ങൾ, ആ കുട്ടിയുടെ ഫീലിങ്സിന് നമുക്ക് ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യം ആയിപ്പോയില്ലേ. അതായത് സാധാരണക്കാരാണല്ലോ അവര് ഉപദ്രവിക്കുക അല്ലെ. സാധാരണക്കാരെ പിടിച്ചുകൊണ്ടേയാലും അവരെന്ത് തല്ലിയാലും തിരിച്ചു തല്ലൂല, അതുപോലെ തന്നെ തിരിച്ച് പ്രവർത്തിക്കൂല, തിരിച്ച് പ്രതികരിക്കൂല എന്ന് പറയുന്ന ആൾക്കാരെ ആയിരിക്കും ഇവര് കൊണ്ടുപോവുക. അപ്പൊ അങ്ങനെ തല്ലി ചതച്ച് ഏത് ജീവൻ നഷ്ടപ്പെട്ടാലും അവർക്കൊരു തരത്തിലുള്ള കുഴപ്പമില്ല എന്ന് കാണിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു സമൂഹം ആയിക്കൊണ്ടിരിക്കുകയുണ്ട് നമ്മുടെ ഈ ഒരു ലോകം ആകെ മാറിക്കൊണ്ടിരിക്കുക. കാരണം ആരാണ് നമ്മളെ രക്ഷിക്കാൻ, അതായത് നമ്മളൊരു ആൾക്കാരോട് കാര്യം പറഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ വരുന്ന ആൾക്കാരാണല്ലോ ഇപ്പൊ ഇത്. പിന്നെ നമുക്ക് അവിടെയും ഒരു സുരക്ഷയും കാര്യങ്ങളൊക്കെ ഇല്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വീഡിയോ കൂടിയാണ് കേട്ടത്. ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു. അതായത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ലോകത്ത് എന്തെല്ലാം തെറ്റുകൾ നടക്കുന്നു. ഈ ചെറിയ കുഞ്ഞുങ്ങളെ പോലും ബ്രൂട്ടലായിട്ട് സെക്ഷലി റേപ്പ് ചെയ്ത് കൊന്നു കളയുന്ന ഈ ഒരു ഇതില് അങ്ങനെ വരുന്ന പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യന്മാരെയും, അതായത് സ്ത്രീകളെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു ക്രിമിനൽസ് അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങളെ ആരാണെങ്കിലും പിടിച്ചു കൊണ്ടുപോയി ഇങ്ങനെ നട്ടല് വരെ അങ്ങനെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. അതായത് ഒരു പോലീസുകാരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതുപോലത്തെ സാധാരണക്കാരെ അങ്ങനെ ചെയ്യാന്നല്ലാതെ ഇതുപോലത്തെ ക്രിമിനൽസിനെയും ഗുണ്ടാ സംഘങ്ങളെയും ഇതുവരെ പോലീസ് അങ്ങനെ ചെയ്യുന്നില്ല. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഒരു മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാത്ത പോലീസുകാരാണല്ലോ അല്ലെ ഈ വളർന്നു നിൽക്കുന്നത്. വളരെ മോശമായിട്ടുണ്ട് കേട്ടോ. അപ്പോ എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ, എന്തായാലും ആ ഒരു വ്യക്തിക്ക് നീതി കിട്ടണം. സിയാദ് എന്ന വ്യക്തിക്ക് നീതി കിട്ടണം. സിയാദിന്റെ മകൾക്ക് ആ കണ്ണീരിന്റെ വില എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കുഞ്ഞിന്റെ കണ്ണീര് അത് സഹിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. ആ കുഞ്ഞിന്റെ കണ്ണീരിന്റെ വില എല്ലാവരും അറിയണം. ആ കുട്ടിയുടെ ഉപ്പാന്റെ വില എല്ലാവരും അറിയണം. ആ കുട്ടിയുടെ ഉപ്പ മരിച്ചു. ആ ഒരു പോലീസുകാർ കാരണം ആ കുട്ടിയുടെ ഉപ്പ മരിച്ചു. ആ കുട്ടിയുടെ ഉപ്പാക്ക് എന്തായാലും നീതി കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുക കേട്ടോ.